ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് 4 മണിക്കാണ്. 4 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കാറ്. ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയതിനൊക്കെ ശേഷം പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ഒരു 4:20, 4:25 ആവും. ഓരോ ദിവസവും പഠിക്കാനിരിക്കുമ്പം ആദ്യം തന്നെ ഞാൻ പ്രീവിയസ് ഡേയിൽ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യും. ഇന്നലെ ഇംഗ്ലീഷിൽ ആർട്ടിക്കിളാണ് പഠിച്ചത്. അപ്പോൾ റാങ്ക് ഫയലിലുണ്ടായിരുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി നോട്ട്സൊക്കെ എടുത്ത് വായിച്ചു നോക്കി. എന്നിട്ട് അതൊന്നും നല്ലപോലെ പഠിച്ചെടുത്ത്. ഇംഗ്ലീഷ് കൂടാതെ പിന്നെ ഞാൻ പഠിച്ചത് ആർട്സ് ആയിരുന്നു. ആർട്സിൻ്റെ നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് വേഗം റിവിഷൻ ചെയ്തു. പിന്നെ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ നോട്ട്സും വേഗം തന്നെ ഒന്ന് വായിച്ച് വിട്ട് റിവിഷൻ ചെയ്തു. അപ്പോഴേക്ക് 5 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങി. ഇന്നത്തെ ടോപ്പിക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് മാത്സാണ് ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു ടോപ്പിക്കായിട്ടല്ല, ഒരു ലൈവ് ക്ലാസ് ആയിരുന്നു. അതിൽ കുറേ മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് പുതിയ കാര്യങ്ങളും പഠിക്കാൻ പറ്റി. രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പം നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അപ്പം ഞാൻ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നോട്ട്സ് എഴുതി പോവും. അപ്പോൾ നമ്മൾ കേൾക്കുകയും കാണുകയും അതുപോലെ തന്നെ നമ്മുടെ കൈകൊണ്ട് എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഉറക്കം വരാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് നോക്കാം. മാത്സ് കഴിഞ്ഞിട്ട് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗാണ് പഠിക്കാനായിട്ട് എടുത്തത്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു വീഡിയോ ക്ലാസ്സാണ് ഞാൻ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അത് കണ്ടെല്ലാം തീർത്തപ്പോഴത്തേക്കും തന്നെ 6:30 മണിയായിട്ടുണ്ടായിരുന്നു. 6:30 തൊട്ട് 9 മണി എനിക്ക് ബ്രേക്ക് ടൈമാണ്. മോനെ സ്കൂളിൽ വിടണം, പിന്നെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാനിരിക്കുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ പഠിക്കാനിരിക്കുന്നത് കറണ്ട് അഫയേഴ്സാണ്. ഇനിയിപ്പോൾ തൊഴിൽ വീഥി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴിൽ വീഥിയിലെ കറണ്ട് അഫയേഴ്സൊക്കെ ആദ്യം വായിച്ചൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ച് അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു. ഡെയിലി ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അതിൻ്റെ നോട്ട്സും എല്ലാ ദിവസവും എഴുതി പോകാറുണ്ട്. അത് പിന്നെ വീക്ക്ലിയും അതുപോലെ തന്നെ മന്ത്ലിയും എടുത്ത് വെച്ച് റിവൈസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 മണിക്കാണ് പഠിക്കാനിരുന്നത്. 2 മണി മുതൽ 4 മണി വരെ ആയിരുന്നു അടുത്ത സ്റ്റഡി സെഷൻ. അതിൽ മലയാളവും പിന്നെ ആർട്സുമാണ് പഠിച്ചത്. ഈ 2 ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടു. പിന്നെ റാങ്ക് ഫയൽ വായിച്ച് അതിൽ നിന്നുമുള്ള നോട്ട്സൊക്കെ എല്ലാം എഴുതി നന്നായി പ്രിപ്പയർ ചെയ്തു. അപ്പോഴേക്കും 4 മണി ആയിട്ടുണ്ടായിരുന്നു. 4 മണി മുതൽ 8 മണി വരെ മോൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയമാണ്. കാരണം മോൻ സ്കൂളിൽ നിന്ന് വരും, പിന്നെ മോനെ പഠിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സമയം മാറ്റി വയ്ക്കുന്നത്. പിന്നെ വീട്ടിൽ മറ്റ് കാര്യങ്ങളും കാണും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പഠിക്കാനിരിക്കുന്നത് 8 മണിയാകുമ്പോഴാണ്. 8 മണി മുതൽ 9 മണി വരെയാണ് അടുത്ത സ്റ്റഡി സെഷൻ വരുന്നത്. ആ സമയത്ത് ഞാൻ മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഡെയിലി മാത്സിനും മലയാളത്തിലും ഇംഗ്ലീഷിനും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഓരോ എക്സാമിൻ്റെ സിലബസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എല്ലാ എക്സാംസിനും നല്ല രീതിയിൽ തന്നെ ഈ 3 സബ്ജക്ട്സിനും മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പോലും ഈ സബ്ജക്ട്സ് ഒഴിവാക്കാതെ എല്ലാവരും പഠിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പഠിക്കാനിരിക്കുന്നത് 10:30-ക്കാണ്. 10:30 മുതൽ 11:30 വരെ ഇരിക്കും. ആ സമയത്ത് ഇന്ന് പഠിച്ച
ടോപ്പിക്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്തുമാത്രമാണ് എനിക്ക് ആ ടോപ്പിക്സൊക്കെ മനസ്സിലായെന്നുള്ളത്. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്ന് പഠിച്ച ടോപ്പിക്സിൻ്റെ നല്ലൊരു റിവിഷനും ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നടക്കും. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇന്നത്തെ സ്റ്റഡി വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ. താങ്ക് യു.